ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത സമയത്തിനായിട്ട് സ്തോത്രം. വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ അടുക്കൽ ഒരിക്കൽ കൂടെ വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച ദൈവകൃപയെ ഓർത്ത് നന്ദി പറയുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം വചനം കേൾക്കുമ്പോൾ ആ വചനത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ, ആ വചനത്തിൻ്റെ യഥാർത്ഥമായ മാധുര്യം എന്തെന്ന് മനസ്സിലാക്കി ആ വചനം ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ച് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ, അനുഗ്രഹമാകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അല്പസമയത്തെ ദൈവ വചന ചിന്തയ്ക്ക് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വചനമാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ദൈവിക തിരഞ്ഞെടുപ്പ് ഏതു വിധത്തിൽ എന്ന് ദൈവാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ജ്ഞാനികളായ വ്യക്തികളെയാണ് ഒരുപക്ഷെ ദൈവം തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ ആ കൂട്ടത്തിൽ പെടുകയില്ലായിരുന്നു. എന്നാൽ ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഒരു യോഗ്യതയും ഇല്ലാത്തതായ എന്നെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. അപ്രകാരം തന്നെയാണ് ഈ ദൈവവചനം കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പിനെ ഓർത്തുകൊണ്ട് തിരഞ്ഞെടുത്തവനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഒരു വലിയ ഉത്തരവാദിത്തം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അല്പസമയം ഈ തിരുവചനത്തിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ ഇടയാകട്ടെ. ഇന്ന് ലോകത്തിൽ ശാന്തമായി നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമ്മേക്കാൾ എത്രയോ ജ്ഞാനമുള്ളവർ, അറിവിൽ സമ്പന്നർ നമ്മുടെ ചുറ്റുവട്ടത്ത് അനേകർ ഉണ്ട്. അതൊരു സത്യമാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ദൈവവചനം പറയുന്ന ആ വചനത്തെ ഉൾക്കൊള്ളുവാനോ ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുവാനോ അവരുടെ ജ്ഞാനം അനുവദിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, മാനുഷിക രീതിയിൽ ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളെ ഉൾക്കൊള്ളുവാൻ മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് സാധ്യമല്ല. ഈ പകൽവേളയിൽ ദൈവ വചനം നീ കേൾക്കുമ്പോൾ കുഞ്ഞിനി സാഹചര്യത്തെ നോക്കി വിധിയെഴുത്തു നടത്തരുത്. നമ്മുടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന്റെ പുറകിൽ ആ വാക്ക് ശ്രദ്ധിക്കണം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ മോക്ഷത്തമായ തിരഞ്ഞെടുപ്പ് നടത്തിയെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവവചനം ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട്: ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല. ദൈവം മഹത്വത്തിന് യോഗ്യനാണ്. തന്നിൽ തന്നെ ദൈവം സർവശക്തനാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ മറ്റാരുടെയും ഒത്താശ ആവശ്യമില്ല.
താൻ മുഖത്തേക്ക് നോക്കുന്നവർക്ക് വേണ്ടി, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഏത് അളവിലും ചെന്ന് പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. എന്നാൽ ആ ദൈവത്തിന്റെ അടുക്കലേക്ക് നീ അടുത്തു വരുമ്പോൾ ദൈവം വിശുദ്ധനാകയാൽ വിശുദ്ധിയോടുകൂടെ മാത്രമേ അവന്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ രാത്രിയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ആ വ്യക്തിക്ക് കാണിച്ചു കൊടുത്തതായ ഒരനുഭവം ആ വ്യക്തി എളിയവനോട് പങ്കുവയ്ക്കുവാനിടയായി. ഞാൻ മറ്റൊരു നിലയിലുള്ള ഒരു അനുഭവം കണ്ടു. അതിങ്ങനെയാണ്: ഒരു ഡ്രെയിനേജ്, അതിനകത്ത് നാളുകളായി അഴുക്കുകൾ വന്ന് അടിഞ്ഞ് കിടക്കുകയാണ്. അതിനകത്ത് നാളുകളായി കാണാതെ കിടക്കുന്ന ഒരു സ്റ്റീൽ കപ്പ് അതിനകത്തളത്തിൽ കിടക്കുകയാണ്. ദൈവ പൈതലെ, ദൈവസന്നിധിയോട് നീ അടുത്തു വരുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്തുള്ള മലിനതകൾ നീക്കി, നിന്റെ ജീവിതത്തിലുള്ള പഴയ സ്വഭാവത്തെ മാറ്റി വാസ്തവമായ ഒരു സമർപ്പണത്തിന്, ഒരു രൂപാന്തരണത്തിന്, വചനം പറയുന്നത് പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നാഥന്റെ അടുക്കലേക്ക് അടുത്തു വരിക എന്നുള്ളത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്രകാരം നീ ദൈവസന്നിധിയോടടുത്തു വരുമ്പോൾ ജ്ഞാനികൾ എന്ന് പറയുന്നവർ, അവർ പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ, അവർ ചിന്തിക്കുന്ന ചിന്തകൾ, അതിലപ്പുറമായി തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവിക പ്രവൃത്തിയുടെ കരം. ശ്രദ്ധയോടുകൂടെ പെട്ടെന്നൊരു വ്യക്തിയുടെ മുൻപിൽ നിങ്ങളെ കൊണ്ടുപോയി നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുന്നതായ ദാനിയേൽ, അവന്റെ ദൈവാശ്രയം, ദൈവമായുള്ള ബന്ധം അവനെ ഉയർച്ചകളിലേക്ക് നടത്തിയെങ്കിൽ അവനെ ഒന്ന് ഒതുക്കുവാൻ, അവനെ ഒന്ന് ഇല്ലായ്മ ചെയ്യുവാൻ ദുഷ്ടനായ വൈശാരിക മണ്ഡലം പദ്ധതിയിട്ടു. ആ പദ്ധതി അവന്റെ ജീവിതത്തിൽ നടപ്പാക്കുവാൻ ഒരു വിധത്തിലും അവനെ പിടിക്കുവാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ശത്രു ഇട്ടതായ പദ്ധതി ദൈവത്തെ ആരാധിക്കുന്ന ആരാധന വിട്ട് രാജാവിനോട് അപേക്ഷിക്കണമെന്നുള്ള ഒരു തീർപ്പ് കൽപ്പിക്കുവാനിടയായി. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാനിയേൽ തന്റെ പ്രാർത്ഥന ജീവിതം മുടക്കാതെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ തുടങ്ങി. അവന് ലഭിച്ചത് സിംഹത്തിന്റെ കുഴിയാണ്. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ആ സിംഹക്കുഴിയിൽ വെളിപ്പെട്ടപ്പോൾ സിംഹത്തെ സൃഷ്ടിച്ചവനായ ദൈവം അവയുടെ വായ് അടച്ചു കളഞ്ഞു എന്ന് വചനം പറയുന്നു. ദാനിയേൽ ആ കുഴിക്കകത്ത് ഒരു രാത്രി ദൈവമായുള്ള ബന്ധത്തിൽ ആയിരിക്കാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമൈകളെ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ മോക്ഷത്തമായത് തിരഞ്ഞെടുത്തു.
നീ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലാണോ? നീ വേർപാട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണോ? നിനക്കെതിരെ ആളുകൾ നിരന്നു എന്ന് വരാം. നിന്നെ കുഴിയിലിറക്കുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ആളുകൾ പദ്ധതിയിട്ടു എന്ന് വരാം. എന്നാൽ ദൈവവചനം വിളിച്ചു പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ജ്ഞാനികളുടെ ജ്ഞാനം വ്യർത്ഥമാകും എന്ന് അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ ദൈവം മതിയായവനാണ് എന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. സ്തോത്രം. ബലമുണ്ട് എന്ന് പറയുന്നതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായത് ദൈവം തിരഞ്ഞെടുത്തു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് കരുതി നിന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ മറ്റുള്ളവർ ശ്രമം നടത്തുമ്പോൾ ദൈവാത്മാവ് ഈ പകൽക്കാലം വിളിച്ചു പറയുന്നു, നീ ബലഹീനനല്ല. നിന്നെ പിടിച്ചിട്ടുള്ള ഒരു കരമുണ്ട്, അത് ബലമുള്ള കരമാണ്. ആ കരത്തിൽ നിന്ന് പിടിച്ചു പറക്കുവാൻ, ആ കരത്തിൽ നിന്ന് കൊണ്ടുപോകുവാൻ ഒരു ശക്തിക്കും കഴിയാതെ വണ്ണം സംരക്ഷണ വലയം തീർക്കുവാൻ മതിയായ ഒരു ദൈവ കരത്തിൽ നീ സുരക്ഷിതനെന്ന് മറന്നു പോകരുത്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്ഷയമെടുക്കുകയാ. അന്ധകാര മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾ തകർന്നടിയട്ടെ. ദുഷ്ടന്റെ പദ്ധതികൾ തകരട്ടെ. ഉയർന്നു നിൽക്കുന്നതായ അവകാശവാദങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തകരട്ടെ. ദൈവപ്രവൃത്തിയും ദൈവകരുതലും തന്നിൽ ആശ്രയിക്കുന്ന തൻ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ അളവറ്റ വലിപ്പം വെളിപ്പെട്ടു വരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അന്ധകാര മണ്ഡലത്തോട് വഴിമാറിപ്പോകുവാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ കൽപ്പിക്കുകയാ. റീഖാമനം വൈടുകാരികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം പ്രഖ്യാപിക്കുകയാ. ദൈവവൈതലേ, നീ ബലഹീനനാണ് എന്ന് ലോകം പറയുമ്പോൾ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഇല്ല കുഞ്ഞേ, നീ ബലഹീനനല്ല. നിന്നെ താങ്ങി നടത്തുന്ന ഒരു ബലമുള്ള കരം നിനക്ക് വേണ്ടിയുണ്ട്. ഇതുവരെ ആ കരത്തിന്റെ പ്രവൃത്തികൾ നീ കണ്ടിട്ടുണ്ടോ? കാണുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പൂർണ്ണമായി ദൈവത്തിലൊന്ന് ആശ്രയിക്കുവാൻ, പൂർണ്ണമായി ദൈവത്തിലൊന്ന് വിശ്വസിക്കുവാൻ, ദൈവവചനത്തിലൊന്ന് ആഴമായി വിശ്വസിച്ചുകൊണ്ട് കാഴ്ചവിടെ വയ്ക്കുവാൻ ദൈവാത്മാവിൽ ബുദ്ധി പറയുകയാ. അപ്രകാരം നീ കാഴ്ചവടുകൾ വയ്ക്കുമ്പോൾ നീ ആരെയാണ് സേവിച്ചത് എന്ന് തിരിച്ചറിയത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം നമുക്കായി വെളിപ്പെടും. ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചത് സിംഹക്കുഴിയിൽ നിന്ന് വിടുവിപ്പാനല്ല. അവൻ ചെയ്തു പോന്നത് അതുപോലെ തന്നെ ചെയ്തു. എന്നാൽ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ചതായ ഒരു വിടുതൽ ദൈവവചനത്തിലൂടെ നമ്മൾ ദർശിക്കുകയാണ്. എന്താണ് ദൈവാത്മാവ് അത് വിളിച്ചു പറയുന്നത്? നിന്റെ ജീവിതത്തെ തകർക്കുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രുവായവൻ പദ്ധതിയിട്ട് തകർത്തു എന്ന് ആക്രോശിച്ച് നിലകൊള്ളുമ്പോൾ നീ ഒരു ബലഹീനനാണ് എന്ന് മറ്റുള്ളവർ വിധിയെടുത്ത് നടത്തുമ്പോൾ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ ബലഹീനനല്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരം
സർവശക്തന്റെ കരമാണ്. ആ കരത്തെ തടയുവാൻ, ആ കരത്തെ ഒതുക്കി നിർത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. ദാനിയേലിന് വേണ്ടി വെളിപ്പെട്ടതായ ആ ബലമുള്ള കരം, ദാനിയേലിന് വേണ്ടി പ്രവർത്തിച്ചതായ സർവശക്തന്റെ കരം നമ്മുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അതിനായി നമുക്കൊരുങ്ങാം. ദൈവവചനത്തോട് ചേർന്ന് യാത്ര ചെയ്യാം. ഈ വചനചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്.